കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിക്ക് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? പ്രായം അറിയാണ്ട് കണ്ട് തുള്ളല്ലേ, എന്താ കാര്യം എന്ന് പറയാൻ? നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സണാത്ത് വെച്ചോണ്ട് നടക്കണേ? എടി, എന്തെങ്കിലും എടുങ്ങേരായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവനും വേണ്ടി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്കൊരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയ ഒരു ആശ്വാസം തന്നെയാണ്. അങ്ങനത്തെ ആശ്വാസം അല്ല പോലെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ല അത് എന്ന് ഓർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടോ പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങേറൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാനിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ നിലക്കിട്ട് ഞാൻ അടിക്കും. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്ത. എടി, ആ ഹിമാറ് വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങനായിട്ട് നാശം കൊടുത്ത് പോവുകയില്ല. വടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവത്തേക്ക് ഇട്ടോളൂ. അപ്പോഴത്തേന് നീർക്കോലി എത്തി. ഞാനെത്തി. കുടുംബത്തിൽ കേറിയ നിന്നെ കൊല്ലും ഞാൻ. കല്ലല്ലേ മാമ, കൊല്ലല്ലേ മാമ, പറയണ കേട്ട് ഞാൻ നിന്നോട മാമ. പണ്ടത്തെ പോലെ ഞാൻ കാശും കൊണ്ടിവിടുന്നേ മുങ്ങൂല. കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തം കെട്ടോന്നേ. അല്ല വിരുന്ന് പാക്കുവാൻ പരിങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി, എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുക്കും, അവന് പെട്ടെന്ന് പോകാനുള്ളതാണിത്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്കും, അവന് ചോറിണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആയിരിക്കും. എന്നാ പെട്ടെന്ന് പോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കും പാത്തുമ്മ, അവന് പോണോന്ന്. അല്ല, എനിക്കറിയാൻ മേലിട്ട് ചോദിക്കാം, എന്നെ പറഞ്ഞുവിടാൻ മാമക്കന്നെ ഇത്ര തിന്നിട്ട്. എടാ, നിന്നെ കുടുംബത്തിൽ വെക്കാൻ കൊള്ളൂല, അത് തന്നെയാ. എന്ത് ചെയ്തെന്ന് എങ്ങനെ പറയണേ? നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ, നീ അപ്പുറത്തെ വീട്ടിലെ റസിയോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? എടാ, മാപ്പ് പറയാൻ ചെന്ന ഒരാൾ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായി പോയേറ്റോ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ കുടുംബത്തിൽ വെക്കാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ, മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ, ദേവൻ അടുത്ത ചിലവ്. നിനക്ക് എന്തിനാണ് ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ, നിനക്ക് പടച്ചോൻ എന്തിനാണ് രണ്ട് കാല് തന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാൻ, ഒരു കാല് ഗിയർ മാറാൻ. നീ ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ, രസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോടാ?
കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നു. ഒരു ഉമ്മ തന്നെ അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തിട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളാം. പോയിക്കോടാ. ഞാൻ പോവൂല. നീ പോവില്ലടാ? ഇല്ല, മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോകും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. അടച്ചോനെ, എന്താണ് പാത്തുമ്മ? എന്ത് പറ്റി? അതോ ആകെ ഇടങ്ങേറായി. എന്താണ്? നിങ്ങളുടെ മൂത്തുമ്മ മൂത്താപ്പ മൂത്തുമ്മയുടെ മോളും കെട്ടിയവരും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേ പിന്നെ പറഞ്ഞ വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണിയായി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നോ എപ്പോ? എടിപ്പാടെ, അതല്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പൊക്കോളും. മനസ്സിലായ?